പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ 29-ാം തീയതി ജൂൺ മാസം ഞായറാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്താൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അതിന് അനന്തമായ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആവശ്യങ്ങൾ, ഇന്നത്തെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ഇന്ന് നടക്കാതിരിക്കുന്ന യാത്രകൾ, പോകാതിരിക്കുന്ന യാത്രകൾ, ഇന്ന് ചെയ്ത് തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തെ ഇപ്പോൾ വഴിമുട്ടി നിർത്തിയിരിക്കുന്ന പല വിഷയങ്ങൾ, വ്യക്തികളാകാം, വ്യക്തികളുടെ നിലപാടുകളാകാം, നിയമമാകാം, നിയമത്തിന് തടസ്സമാകാം, ചിലപ്പോൾ ഇൻ്റർവ്യൂവിനും പരീക്ഷകൾക്കും ഉള്ള അയോഗ്യതയാകാം, ആവശ്യമായ രേഖകൾ ലഭ്യമല്ലാത്ത സാഹചര്യമാകാം. കർത്താവേ, എന്തു തന്നെയായാലും
ഈ ഒരു പ്രാർത്ഥനയുടെ ശക്തിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ വിഷയത്തിന് വേണ്ടി ദൈവിക തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. മാരകരമായ രോഗങ്ങൾ, തീരാവ്യാധികൾ, ആശുപത്രി കഴിയുന്നവരെ, അവിടെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കുന്നവരെ, കർത്താവെ അതിനുവേണ്ടിയുള്ള ആവശ്യമായ സാമ്പത്തികമായ അവസ്ഥകളില്ലാത്തവരെ, പൈസയ്ക്ക് വേണ്ടി വല്ലാതെ വിഷമിക്കുന്നവരെ, കടങ്ങൾ കാരണം കടക്കാരുടെ സമ്മർദ്ദങ്ങൾ മൂലം മനസ്സ് വിഷമിക്കുന്നവരെ, പല വിഷയങ്ങളും വിചാരിച്ച പോലെ നടക്കാതെ ഇങ്ങനെ ട്രാഫിക് ജാം പോലെ ജീവിതത്തിൽ ജാമായി ഒരു അടിപോലും ജീവിതം മുന്നോട്ട് പോകാതെ വഴിയിൽ കുഴഞ്ഞു പോകുന്നവരെ, ആ രക്ഷിക്കും എപ്പോൾ രക്ഷപ്പെടുമെന്ന് അറിയാൻ പോലെ വിഷമിക്കുന്നവരെ, അവർക്ക് കർത്താവെ ഒരു പുതിയ വഴി കാണിക്കാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥ ലഭിക്കുന്നത്. പ്രാർത്ഥനയിൽ കർത്താവെ മുന്നോട്ട് പോയിട്ട് പലർക്കും പ്രാർത്ഥനയുടെ ഉത്തരം താമസിക്കുന്നതനുസരിച്ച് കൊണ്ട് വിശ്വാസ ശൈത്യം സംഭവിച്ചവരെ, അവരെ കർത്താവെ അങ്ങ് ആറിപ്പൂവിനെ ചൂടാക്കുകയും വാടിപ്പൂവിനെ നനയ്ക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാ നിറവാൽ അവരെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലെ വഴക്കും വിദ്വേഷവും മത്സരവും ഉള്ളവരെ, ഭൗതിക ജീവിതത്തിൽ പരാജയങ്ങളും മത്സര തകർച്ചയും ഉള്ളവരെ, ഒരു വിഷയം കണ്ട് ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്തു അതിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോയി വർഷങ്ങളെടുത്തു, ഇപ്പോൾ അത് നടക്കാത്ത അവസ്ഥയായി അങ്ങനെ ജീവിതം മന്ദിച്ചു പോയവർ, അവരെല്ലാം കർത്താവ് ഇപ്പോഴും പരിശുദ്ധ ദേവമാതാവിന്റെ മാധ്യസ്ഥത്തിൽ അവരുടെ ബന്ധനങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ അഴിച്ചു മാറ്റുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ ജനങ്ങളോടുള്ള ഇടപെടലുകൾ, ഇന്നത്തെ സംസാരങ്ങൾ, ജനങ്ങളോടുള്ള അഭിസംബോധനകൾ, പഠനങ്ങൾ, പഠിപ്പിക്കലുകൾ എല്ലാം ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. അത് നാളെ തിങ്കളാഴ്ച ചെയ്യാനിരിക്കുന്ന ജോലികൾക്ക് ആവശ്യമായ അനുതാരികൾ സ്വരുക്കൂട്ടുന്നവരെ, അവർക്കുള്ള തടസ്സങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ഹൃദയത്തിൻ്റെ മന്ദിപ്പുകൾ മാറുകയും മനസ്സിൻ്റെ ഇടർച്ച കർത്താവിൻ്റെ നാമത്തിൽ സുഖപ്പെടുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഉറങ്ങാൻ പോലും പറ്റാത്തവർ, അവരുടെ വിശ്വാസം വർദ്ധിക്കുകയും പ്രാർത്ഥനയിൽ അവർ എരിവുള്ളവരാകുകയും ഈ വിഷയത്തെ അതിജീവിക്കാൻ പരിശുദ്ധ ദേവമാതാവ് അവരെ സഹായിക്കട്ടെ. വിദേശ ജോലികൾ, അതിനുള്ള രേഖകൾ, യാത്രകൾ, പരീക്ഷണങ്ങൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, വരാൻ പോകുന്ന റിസൾട്ടുകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് അനുകൂലമായി മാറട്ടെ. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ്, ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളെ പ്രതി പീഡിതരായിട്ടുള്ളവരും മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവരും, കുഞ്ഞുങ്ങളോട് സങ്കടപ്പെടുന്നവരും, കുഞ്ഞുങ്ങളില്ലാത്തവരും വേദനിക്കുന്നവരെയും ഈ നിമിഷം ഈശോനാമത്തെ ആശീർവദിക്കുന്നു. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ്, ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. കടകൾ, വരുമാനമാർഗ്ഗങ്ങൾ, ഹോൾസെയിലുകൾ, റീറ്റെയിലുകളായി വർക്ക് ചെയ്യുന്നവർ, ഏജൻസി എടുത്ത് വർക്ക് ചെയ്യുന്നവർ, മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, കൃഷിയിടങ്ങൾ കൊണ്ട് ജീവിക്കുന്നവർ, അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. അവരുടെ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ വിഷയത്തിലും ദൈവ തീരുമാനം ഉണ്ടാകട്ടെ. ഇന്ന് ഞായറാഴ്ചയാണ്. വർഷങ്ങളായി കുർബാന, മാസങ്ങളായി, ദിവസങ്ങളായി പ്രാർത്ഥന മുടങ്ങിയവർക്ക് കർത്താവ് പുതിയ കൃപ നൽകുകയും അവരുടെ ആത്മീയ ജീവിതത്തെ കർത്താവ് ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. നമ്മൾ അത് യൂട്യൂബിൽ അപ്പ് ചെയ്തിട്ടുണ്ട്, നോക്കണേ. വരാപ്പുഴ എന്നുള്ള ദമ്പതികളാണ്. അപ്പം ഇതിൻ്റെ ഒരു വിസ്മയം എന്ന് പറയുന്നത്, ഇവർ കൃപാസനത്തിൽ കൗൺസിലിങ്ങിന് വന്നപ്പോൾ കൗൺസിലർ ഇവരോട് പറഞ്ഞ് തീയും വെള്ളവും സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടില്ലേ, എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാൻ പാടില്ലെന്നാണ്. അവരങ്ങനെ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ അവർ താഴെ കൃപാസനത്തിൽ വന്ന് അച്ഛൻ ആൾത്താരെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും ഇവിടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും പറഞ്ഞ് തീയും വെള്ളവും സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഈ മനുഷ്യൻ തീ പിടിച്ച്. അപ്പോഴാണ് ഇവർ രണ്ടും ഇത് മുകളിൽ കൗൺസിലിങ് 2ാം നിലയിലല്ലേ, അപ്പോൾ താഴെ അച്ഛൻ ആൾത്താർ നിൽക്കുന്നത്, തമ്മിൽ കണക്ഷനൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ജീവിതത്തിൽ ഈ ആത്മീയ മേഖലയിൽ നമ്മളെ വിസ്മയിപ്പിക്കും. അതെന്താ സംഭവിച്ചത്? അപ്പം ഞാനിത് ഈ സാക്ഷ്യം കേട്ടപ്പോഴേ ഞാൻ ഓർത്തെന്താണെന്നറിയാമോ, ഈ ഉടമ്പടി എന്ന് പറയണത് തന്നെ ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ കൃപാസന പ്രത്യക്ഷീകരണം അതാണ്.
ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. 2004 ഡിസംബർ 7-ാം തീയതി അമ്മ സമയഘടികാരം നിശ്ചയിച്ച് പ്രത്യക്ഷപ്പെടുമ്പോൾ പറയണത് ദുരന്തം ഉണ്ടാകാൻ കൂടെ പ്രാർത്ഥിക്കണമെന്ന്. അപ്പോഴത് വ്യക്തി ദുരന്തമാകാം, ചിലപ്പോൾ രാജ്യ ദുരന്ത കലാമിറ്റീസ് ആകാം, ചിലപ്പോൾ യുദ്ധം പോലെയുള്ള പ്രപഞ്ച ദുരന്തമാകാം, കാലാവസ്ഥാ ഭേദങ്ങളാകാം. എല്ലാം ഈ കൃപാസന പ്രത്യക്ഷീകരണം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് സഭയാണത് പറയേണ്ടത്. നമുക്കങ്ങനെ അത് വ്യാഖ്യാനിക്കാനുള്ള അധികാരവും അംഗീകാരമൊന്നുമില്ല. അതുകൊണ്ടാണ് സഭ ഈ പ്രത്യക്ഷീകരണം പഠിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ലോകവ്യാപകമായ രീതിയിൽ ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയില്ല. അതിൽ നമ്മുടെ പ്രത്യക്ഷ പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, അത് ദൈവിക വാഗ്ദാനങ്ങൾ ഉള്ളതാണ്. എന്താണ് കാര്യം? വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞില്ലേ? യോഹന്നാൻ 16:14 അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറയണം, അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അത് വാഗ്ദാനമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വാഗ്ദാന പ്രകാരം തന്നെയാണ് കൃപാസനത്തിൽ പ്രത്യക്ഷീകരണം സംഭവിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അമ്മയാണ് കൃപാസനത്തെ അറിയിക്കുന്നത്. ഇതുപോലെ തന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്നറിയാമോ, ഈ മനുഷ്യന്മാർക്ക് ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുന്നത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവർ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മുടെ ആശ്രമ സ്പിരിച്വാലിറ്റി സംഭവത്തിനെ കോംപ്ലിക്കേറ്റ് ആക്കിയിട്ടുണ്ട്. സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല എന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല, ഇത് എല്ലാവർക്കും സാധിക്കും. ആധ്യാത്മിക ജീവിതം നമ്മളൊന്ന് വചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കർത്താവിൻ്റെ പ്രാർത്ഥന എന്താ? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അതൊന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കണമെങ്കിലുണ്ടല്ല, ഒരുമാതിരിപ്പെട്ട പാപങ്ങളൊക്കെ ഒഴിവായി കിട്ടും. കാരണം പ്രൊട്ടക്ഷൻ പ്രയറാണത്. ഒരേ സമയം തന്നെ പ്രൊട്ടക്ഷൻ പ്രയറും അതേസമയം തന്നെ ഡെലിവറൻസ് പ്രയറും ഉള്ളതാണ് ഈ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ അത് കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണത്. എന്നുവെച്ചാൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ. ഇത് നിങ്ങളെ ഒരു ദിവസം ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളെ സ്വർഗ്ഗസ്ഥനായ പിതാവ് മൊത്തം ചെല്ലണതിന് പകരം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം, തിന്മയിൽ രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെ വന്നാൽ ഓട്ടോമാറ്റിക്കലായിട്ട് പാപങ്ങൾ മിനിമൈസ് ചെയ്ത് വരും. പാപം ഒഴിവാക്കി ജീവിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണിത്. ഒന്ന്, നമ്മളതിനെക്കുറിച്ച് കോൺഷ്യസ് ആവും. രണ്ടാമത്, നമ്മളുടെ ബലഹീനത ഉണ്ടെങ്കിൽ ദൈവം നമുക്കൊരു സംരക്ഷണം നൽകും. ഒരേ സമയം സ്വർഗ്ഗസ്ഥനായ പിതാവ് ഈശോ പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ അകത്ത് സംരക്ഷണ പ്രാർത്ഥനയുണ്ട്, പ്രേയർ ഓഫ് ഡെലിവറൻസും ഉണ്ട്. ഡെലിവറൻസ് ഫ്രം ദി ഈവിൾ, ആമേൻ. കണ്ടാ, ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. പിന്നെ എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഇനി ഇത് തന്നെ പാപം ഒഴിവായി ജീവിക്കുക. ഇപ്പം നിങ്ങൾ കുമ്പസാരിക്കുക ചെയ്യത്തില്ലേ? കുമ്പസാരിക്കുമ്പോൾ അതിന് ശേഷവും പ്രായശ്ചിത്തം അച്ഛൻ കൽപ്പിക്കണ ചെയ്താലും ആത്മാർത്ഥമായിട്ട് കുറച്ച് നേരം പള്ളിയിൽ നിന്നൊരു മനസ്സുകളിൽ ദൈവത്തോട് നമ്മൾ പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. എന്നതാണ്? ദൈവത്തെ തോന്നണം നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ടോ. കാര്യം ഓരോ പ്രാർത്ഥനയ്ക്കുള്ള പ്രശ്നം ഇത് നമ്മൾ ഓൺ ചെയ്യുന്നില്ലെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവത്തിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അതാണ്, ഡു യു ആക്ച്വലി മീൻ ഇറ്റ്? ഡെലിവറൻസ് പ്രയർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ? ഇപ്പോൾ പല ഡെലിവറൻസ് പ്രയർ നിങ്ങൾ ഓർക്കണത് അച്ഛന്മാർക്ക് മാത്രമേ ചെല്ലാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈശോ തന്നതിൻ്റെ അകത്ത് തന്ന സ്വർഗ്ഗസ്ഥനായ പിതാവിൽ ആണ് ഏറ്റവും ടോപ്പ് ഡെലിവറൻസ് പ്രയർ. ഡെലിവറൻസ്, അതായത് കർത്താവെ എല്ലാ തിന്മകളും ഞങ്ങൾ മോചിക്കണമേ, ഈ കാലയളവ് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങൾ എപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ. ഇത് സൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ കുർബാനയെ പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാനീ പറഞ്ഞ സംഭവം നിങ്ങളിന്ന് കാണാൻ പഠിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും.